ബിഗ് ബോസ് മലയാളം സീസൺ 8. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സിന്റെ ഓഡീഷനും അതുപോലെ തന്നെ സെലിബ്രിറ്റി ഓഡീഷനും തുടങ്ങിയതായിട്ടാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര പേരെയാണ് കോമണേഴ്സ് ആയിട്ട് ഈ ഒരു സീസണിലേക്ക് സെലക്ട് ചെയ്യുന്നത്, വിളിക്കുന്നതെന്ന്. അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, കോമണേഴ്സിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ടുള്ള അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ബിഗ് ബോസിന് തൊട്ട് മുന്നോടിയായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന 15 എപ്പിസോഡുകളുള്ള ഈ ഒരു അഗ്നിപരീക്ഷ പരിപാടിയിൽ നിന്നായിരിക്കും ഈ പറയുന്ന കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഏകദേശം, അതായത് ഇപ്പോൾ കോമണേഴ്സിന്റെ സെലക്ഷനിൽ നമ്മൾ ഈ പറയുന്ന അപ്ലൈ ചെയ്താക്കണവരിൽ നിന്നും ഏകദേശം 200ഓളം വരുന്ന വ്യക്തികൾക്കായിരിക്കും ഫോൺ കോൾ പോകുന്നത്. അതിൽ നിന്ന് നേരിട്ടുള്ള ഇന്റർവ്യൂയിലൂടെ 100 പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. 100 പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 45 പേരെ ആയിരിക്കും അഗ്നിപരീക്ഷ പരിപാടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ സെലക്ട് ചെയ്യും. ജഡ്ജസിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ 3 പേരെ സെലക്ട് ചെയ്യും. അത്തരത്തിൽ 6 കോമണേഴ്സ് ആയിരിക്കും ഈ ഒരു സീസണിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ്. ഈ ഒരു സീസണിലേക്ക് ഓൾറെഡി 5-6 കോമണേഴ്സ് ഓൾറെഡി ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ബിഗ് ബോസ് നേരിട്ട് വിളിക്കാൻ പോകുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. ഈ ഒരു സീസണിന്റെ തീം തന്നെ ഈ പറയുന്ന രാഷ്ട്രീയം മോഡല്, ഈ പറയുന്ന കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ്, അത്തരത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒത്തിരി സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓഡിഷൻ കോൾ പോവാനായിട്ട് സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഞാൻ പറയാം. ഈ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പുള്ള സീസണുകളിലും ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുള്ള, ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേരുകളും ഈ ഒരു വീഡിയോന്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിന് ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ബിജു സൗബാനം. ബിജു സൗബാനം ഇതിനു മുമ്പുള്ള സീസണുകളിലും വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഫാൻ ഫോളോവിംഗ് ഉള്ള ഒരു വ്യക്തിയാണ് ബിജു സൗബാനം. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അവന്തിക മോഹനാണ്. അവന്തിക മോഹനും ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ വിളി പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിം ആയിട്ടുള്ള രേഖ രതീഷ്. രേഖ രതീഷും ഈ അടുത്ത കാലത്ത് ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രേഖക്കും ഈ പ്രാവശ്യം വിളി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് സിദ്ധാർത്ഥ് പ്രഭു ആണ്. ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സിദ്ധാർത്ഥ്. ഈ പ്രാവശ്യവും സിദ്ധാർത്ഥ് പ്രഭുവിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഉപ്പും മുളകിലൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ദീപ്തി കല്യാണി. ദീപ്തി കല്യാണി ഒരു ട്രാൻസ്ഫ്യൂമൺ ആണ്, ഒരു മോഡൽ കൂടിയാണ്. ദീപ്തി കല്യാണിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് അനീഷ് രവി. ഒത്തിരി കോമഡി പ്രോഗ്രാമുകളിൽ ഭാഗമായിട്ട് വന്ന ഒരു ആക്ടറാണ്. അനീഷ് രവിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പുള്ള പല സീസണുകളിലും വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് റോഹൻ ലോണ. നമ്മുടെ ഇന്റർവ്യൂർ ആയിട്ടുള്ള റോഹൻ ലോണയും ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഏതാണ്ട് ഉറപ്പായ കണ്ടസ്റ്റന്റ് ഒക്കെ തന്നെയായിരുന്നു. ദെൻ ഈ ഒരു സീസണിലേക്കും വിളിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. ദെൻ അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ദീപക് മോഹൻ. ഈ കഴിഞ്ഞ സീസണിൽ ഏകദേശം കൺഫേം ആയ ഒരു വ്യക്തിയായിരുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. ഈ പ്രാവശ്യവും വിളിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ഒൻപതാമത്തെ പേര് പറയുന്നത് നമ്മുടെ പരസ്പരം സീരിയൽ ഫെയിം ആയിട്ടുള്ള വിവേക് ഗോപൻ. ഈ പറയുന്ന പോലെ ഈ അടുത്ത കാലത്തൊക്കെ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് പത്താമത്തെ പേര് ശിവാംഗിയാണ്. ശിവാംഗി ബിഗ് ബോസിലൊക്കെ കയറിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫിനാലെ വേദിയിലൊക്കെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ശിവാംഗി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ശിവാംഗിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് തൊപ്പിയാണ്. തൊപ്പി നമുക്കറിയാം, ഈ കുറച്ച് നാളുകളായിട്ട് തൊപ്പിയെ ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഗംഭീരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊപ്പിയെ ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസിന്റെ അടിസ്ഥാനത്തിൽ തൊപ്പിയെ പോലീസ് പിടിച്ച് അകത്താക്കിയില്ല എങ്കിൽ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 തീർച്ചയായിട്ടും തൊപ്പിക്ക് ഒരു വിളി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് തൊപ്പി. പിന്നെ തൊപ്പിയുടെ പേയ്മെന്റ് ഒക്കെ കുറച്ച് കടുകട്ടിയാണെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ദെൻ അടുത്തതായിട്ട് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് മീര അനിൽ. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഒക്കെ ഈ പറയുന്ന പോലെ ആങ്കർ ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഒരു സജീവ സാന്നിധ്യമാണ് മീര. അപ്പൊ മീര അനിലിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ 18 എന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് പറയുന്നത് ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള യുവാകൃഷ്ണ സൂര്യ TV, ഏഷ്യാനെറ്റ് എന്നീ മേഖലകളിൽ ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പ്രാവശ്യം സീസൺ 8ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച മൗനരാഗം സീരിയലിലെ നായികയായിട്ടുള്ള ഐശ്വര്യ റംസായിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് പറയുന്നത് മെഹറാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തത് 16ാമത്തെ പേര് പറയുന്നത് രാഹുൽ ഈശ്വർ. നമ്മുടെ ഈ പറയുന്ന പോലെ ജേർണലിസ്റ്റ് ആണ് പുള്ളിക്കാരൻ. അത്യാവശ്യം രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള പല വേദികളിലും ഒരു സജീവ സാന്നിധ്യമാണ് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വറിനെയും ഈ പ്രാവശ്യം സീസൺ 8ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 17ാമത്തെ പേര് പറയുന്നത് ഗായത്രി സുരേഷ് ആണ്. ബിഗ് ബോസിന്റെ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഗായത്രി സുരേഷിനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 18ാമത്തെ പേര് പറയുന്നത് സുബീഷ് സുധി. നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളൊക്കെ ആയിട്ട് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുബീഷിന്റെ ഈ പറയുന്ന ഒരു സിനിമയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് സുബീഷിനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 19ാമത്തെ പേര് പറയുന്നത് അമൃത നായർ ഏഷ്യാനെറ്റിലൊക്കെ ഒത്തിരി സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമൃത നായറിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 20ാമത്തെ പേര് ഞാൻ പറയുന്നത് ഷാലു മേനോൻ. ഒത്തിരി കേസുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷാലു മേനോനും ഈ പറയുന്ന പോലെ ഒരു സീരിയൽ ആക്ട്രസ് ഒക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഷാലു മേനോനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തത് 21ാമത്തെ പേര് ഞാൻ പറയുന്നത് അശ്വന്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ആദ്യം തന്നെ കാത്തിരിക്കുന്നത് അശ്വന്തിന്റെ റിവ്യൂ കാണാനാണ്. ആ ഒരു റിവ്യൂ കണ്ടിട്ടൊക്കെയാണ് മലയാളികൾ ഒരുപാട് പേര് സിനിമ കാണാനായിട്ട് പോകുന്നത്. അതേ ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് ഒക്കെ ആയിട്ട് ചില കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 22ാമത്തെ പേര് ഞാൻ പറയുന്നത് അഞ്ജലി നായരും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഈ പറയുന്ന 2026 ഇലക്ഷൻ ബന്ധപ്പെട്ടുകൊണ്ട് വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. NDA സ്ഥാനാർത്ഥിയായിരുന്നു. അതുപോലെ ഒരു മൂവി ആക്ട്രസ് ഒക്കെയാണ്. വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ദെൻ അടുത്തതായിട്ട് 23ാമത്തെ പേര് പറയുന്നത് അനന്യ നമുക്കറിയാം പണ്ടത്തെ ഒരുപാട് സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. പിന്നീട് ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 8ലും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 24ാമത്തെ പേര് ഞാൻ പറയുന്നത് പാർവതി ബാബു ആണ്. ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു ആങ്കർ തന്നെയാണ് പാർവതിയെ ഈ ഒരു സീസണിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 25ാമത്തെ പേര് ഞാൻ പറയുന്നത് ജാസി. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ള ഒരു പേരാണ് ജാസി. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 18 വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 26ാമത്തെ പേര് ബൈജൂസ് വ്ലോഗ്. നമ്മുടെ ജാസി വരുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഈ പുള്ളിക്കാരനെ കൂടി വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് 27ാമത്തെ പേര് ജസീല. ഇതിനു മുമ്പുള്ള ഒത്തിരി സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സീരിയലിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ജസീലയെ ഈ ഒരു 8ാമത്തെ സീസണിലും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 28ാമത്തെ പേര് ഞാൻ പറയുന്നത് വിനു വിജയ് നമുക്കറിയാം ഈ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ വൈറലായി വന്നത്. അനുമോളുടെ ആ ഒരു വിജയമൊക്കെ വിനു വിജയ് സമ്മാനിച്ച ഒരു PR വർക്കിന്റെ ബാക്കി ഫലമാണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ അഖിൽ മാരാർ ജിൻഡോന്റെ ഒക്കെ PR എടുത്ത് ചെയ്തിരുന്ന വിനു വിജയ് ഈ പ്രാവശ്യം നേരിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 29ാമത്തെ പേര് ഞാൻ പറയുന്നത് അർജുനാണ്. നമ്മുടെ വ്ളോഗർ ആയിട്ടുള്ള അർജു ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. നമുക്ക് നോക്കാം.
ദെൻ അടുത്തതായിട്ട് 30ാമത്തെ പേര് ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് അപർണ തോമസ്. ഈ കഴിഞ്ഞ ഒത്തിരി സീസണുകളിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ സജീവമായിട്ട് കണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു അപർണ തോമസ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫാൻ ഫോളോവിംഗ് ഒക്കെ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു ഓൺട്രപ്രണർ കൂടിയാണ്. നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 അപർണ തോമസിനെ വിളിക്കുമെന്ന്. അങ്ങനെ ഏകദേശം 30 പേരടങ്ങുന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഏകദേശം 15ഓളം പേര് ഈ ഒരു സീസണിൽ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ബിഗ് ബോസ് എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യം കുറച്ച് പേരെ ബിഗ് ബോസ് വിളിക്കുന്നത്, അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെയൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഇവരുടെയൊക്കെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബിഗ് ബോസിന് ആപ്റ്റ് ആണെന്ന് തോന്നിയവരെ നേരിട്ട് ഇന്റർവ്യൂവിന് വിളിച്ച് അവരെ സെലക്ട് ചെയ്യാണ് ബിഗ് ബോസ് നോർമലി ചെയ്യാറ്. ദെൻ ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിലേക്ക് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവരുടെയൊക്കെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കുറച്ചധികം വ്യക്തികളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവരെയൊക്കെ ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സീസണിൽ പങ്കെടുക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. ഇത് വെറും ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ വിളിച്ചിട്ടുള്ളതും ഈ ഒരു 3-4 സീസണായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരു അനുഭവ സമ്പത്തും കൂടി വെച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. എന്തായാലും നമുക്ക് നോക്കാം ഇവരാരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 8 കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തുമെന്നുള്ള കാര്യം. ഇപ്പൊ കോമണേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും ബിഗ് ബോസ് കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങുന്നതെന്ന്. ഏകദേശം 200 പേരോളം വരുന്ന വ്യക്തികളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ബിഗ് ബോസ് വിളിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് 100 പേരെ വീഡിയോ കോൺഫറൻസിലൂടെ ബിഗ് ബോസ് സെലക്ട് ചെയ്യും. ഈ ഒരു 100 പേര് ഷോട്ട് ചെയ്ത് 45 പേരായിരിക്കും അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഈ 45 പേർക്കും അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ ബിഗ് ബോസിന്റെ പോലെ തന്നെ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ 15 എപ്പിസോഡുകൾ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് 6 പേർക്കായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണേഴ്സ് ആയിട്ട് സെലക്ഷൻ കിട്ടുന്നത്. അഗ്നിപരീക്ഷ വെറും ഒരു അഗ്നിപരീക്ഷണമല്ല. ഈ കഴിഞ്ഞ ഒരുപാട് ലാംഗ്വേജുകൾ, അതായത് ഹിന്ദി, തമിഴ്, തെലുങ്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സെലക്ട് ചെയ്ത വ്യക്തികളൊക്കെ ബിഗ് ബോസിൽ ടോപ്പ് 5 ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നേഴ്സും ആയിട്ടുണ്ട്. പിന്നീട് കോമണേഴ്സ് ആയിട്ട് വിളിക്കുന്ന വ്യക്തികളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും നാള് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്തതിന്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലും ഇന്റർവ്യൂവിലും അത്തരത്തിൽ ഈ പറയുന്ന ഓഡിഷൻ കോളൊക്കെ വരുന്ന സമയത്ത് ആക്ട് ചെയ്ത് കാണിക്കരുത്. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ അഭിനയിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറ്റിക്കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കരുത്. കാരണം ബിഗ് ബോസിലേക്ക് പിന്നീട് സെലക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം മാത്രം നമുക്ക് അഭിനയിച്ച് ഒക്കെ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം തീർച്ചയായിട്ടും വരും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം തന്നെ ആദ്യം തന്നെ കാണിച്ച് അത് തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിൽ അത്തരത്തിൽ തന്നെ ഇന്റർവ്യൂസും ഓഡിഷനും കോളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനും അതുപോലെയൊക്കെ നിൽക്കാനായിട്ടും നോക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്